ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത് മരണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുകയും അങ്ങനെ ആ വിശ്വാസത്തിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ അത് ഒരു മരണത്തിലേക്കുള്ള ഒരു ജീവിതമല്ല, മറിച്ചോ ഈ മരണത്തിന് ശേഷമുള്ള നിത്യജീവനിലേക്കുള്ള ഒരു ചുവടുവെപ്പ് ആണ് എന്നാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ആയതിനാൽ നമ്മുടെ മുമ്പിൽ ഏറ്റവും ശാശ്വതമായിട്ടുള്ള സത്യമെന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ളൊരു ജീവനാണ്, നിത്യജീവനാണ്. അതാണ് ശാശ്വതമായിട്ടുള്ളൊരു സത്യം, ശാശ്വതമായിട്ടുള്ള ഒരു ജീവനിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. ആയതിനാൽ മരണത്തെ ഭയക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ്. നമ്മൾ സ്മരിക്കുന്നത് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ പീഡാസഹനത്തെയാണ്, അല്ലെങ്കിൽ ശിരസ് ഛേദനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. റോമ മിസാളിൽ കൊടുത്തിരിക്കുന്നത് സ്നാപക യോഹന്നാൻ്റെ പീഡാസഹനം എന്നാണ്. ഇനി എന്തുകൊണ്ടായിരിക്കാം സ്നാപക യോഹന്നാൻ മരണത്തെ പോലും നിസ്സാരമായി കണ്ടത്? ഈ മുന്നിലുള്ള നിത്യജീവൻ കൊണ്ടാണ്. തൻ്റെ നിലപാട്, തൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് മരണത്തെക്കാളും ഉപരിയായിട്ട് സ്നേഹിക്കുന്ന നിത്യജീവനാണ്. ആയതിനാൽ ഈ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് മരണം ഒരു തടസ്സമല്ല എന്ന് അദ്ദേഹം കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, പല വിശുദ്ധരും ജീവിച്ച് മരണമടഞ്ഞത് ഈ ഒരു വിശ്വാസം കൊണ്ടാണ്, ഈ ഒരു ബോധ്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ലോക ജീവിതത്തിലെ മരണം എന്ന് പറയുന്നത് അവര് നിസ്സാരവൽക്കരിച്ച് കണ്ടുകൊണ്ട് നിത്യജീവനെ സ്വന്തമാക്കുവാനായിട്ട് പരിശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ ലോകത്തിലെ മരണം അവസാനമാകാം. ആയതിനാൽ ആ മരണത്തെ നേരിടുവാനായിട്ട് അവർ ഭയക്കുന്നു. എന്നാൽ ഇത് വെറും ഒരു രൂപാന്തരണം മാത്രമാണ്. നിത്യത, അനന്ത ജീവൻ നമുക്ക് ഇതിൻ്റെ ആ മുന്നിലാണുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മരണത്തെ നമ്മൾ ഭയക്കുകയില്ല. നമുക്കറിയാം, വിശുദ്ധരുടെ എല്ലാം തന്നെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് അവരുടെ മരണദിവസമാണ്. കാരണം എന്താണ്? അവർ ഈ യുദ്ധസഭയിൽ പോരാടി വിജയം കൈവരിച്ച് സ്വർഗത്തിൽ ജന്മമെടുത്തു നിത്യജീവനിലേക്ക് പ്രവേശിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരുടെ രക്തസാക്ഷി ദിനത്തെയോ അല്ലെങ്കിൽ മരണമടഞ്ഞ ആ ഡേറ്റ് അവരെ സ്മരിക്കുന്നത്, ആ ഡേറ്റിൽ അവരെ സ്മരിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മരണത്തെക്കാളും ആനന്ദം നൽകുന്ന നിത്യജീവൻ. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ പീഡാസഹനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടാം. മരണത്തെ ഭയപ്പെടുന്നില്ല. ഹെറോദോസിൻ്റെ മുമ്പിലും ഹെറോദയുടെ മുമ്പിലും അവൻ മരണത്തെ ഭയപ്പെട്ടില്ല. അവൻ മരണത്തിനെ കീഴ്വഴങ്ങി എന്ന് പറയുന്നതിലല്ല, മറിച്ചോ അവൻ നിത്യജീവന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു, അതിനു വേണ്ടി നിലകൊണ്ടു. ആയതിനാൽ തൻ്റെ ഈ ലോക ജീവിതമല്ല വലുത്, ഈ ലോക ജീവിതത്തെക്കാളും വലുത് മരണം തന്നെയാണ്. കാരണം ഈ ലോകത്ത് ശാശ്വതമായിട്ടുള്ളൊരു ജീവിതമല്ല ഉള്ളത്. അതിനാൽ മരിക്കേണ്ടതാണ്. എന്നാൽ നിലപാടുകൾക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി,
മരിക്കുവാൻ തയ്യാറായതുപോലെ നമ്മളും നമ്മുടെ വിശ്വാസം കൈവിടാതെ നിത്യജീവന് വേണ്ടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ മധ്യസ്ഥം തേടാം. നിങ്ങൾക്കെല്ലാം